ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. മക്കളെ, നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ്. അതായത് ചിലർക്ക് എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട സ്കൂൾ ആയിരിക്കില്ല കിട്ടിയത്, ചിലർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കില്ല, ചിലർക്ക് വേറെ ജില്ലയിലേക്ക് മാറേണ്ടി വരും. അതിനാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്നത്. അതായത് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും, ഇഷ്ടപ്പെട്ട സബ്ജക്ട് കോമ്പിനേഷനിലേക്ക് മാറാൻ പറ്റും, ഇനി ഇഷ്ടപ്പെട്ട ജില്ലയിലേക്ക്, ജില്ലാ ട്രാൻസ്ഫർ ഉണ്ട്, ജില്ലയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മക്കൾക്കറിയാം, ഇപ്പം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ജൂലൈ ആദ്യ വാരത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവരൊക്കെ ടെൻഷൻ, ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളെയും ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളുടെയൊക്കെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഓണം എക്സാം ഉണ്ടോ, അല്ലെങ്കിൽ ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഞങ്ങൾക്ക് പഠിക്കണം, ഈ ചാപ്റ്റർ മുഴുവൻ നമ്മളെ സമയം കൊണ്ട് പഠിച്ചു തീരുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ മക്കളെ മുന്നിലുണ്ട്. അതുമല്ല, നിങ്ങൾ സയൻസിലേക്ക് എൻ്റർ ചെയ്ത കുട്ടിയാണെങ്കിൽ അപ്പം നിങ്ങളുടെ ബുക്കുകളൊക്കെ പുതുതാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം മക്കൾ നല്ല വെറീഡാണ്, ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട് നല്ല വെറീഡാണ്. ഓണം എക്സാം ഉണ്ടോ, ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ. അതുമല്ല, ആദ്യം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ടോപ്പിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം മക്കൾ പേടിക്കണ്ട, ഓണം എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓണം എക്സാം ഗവൺമെന്റ് ലെവലിൽ ഒരു ഓണം എക്സാം നടക്കില്ല എന്നതിനാണ് നമുക്ക് പറയാം. ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിലെ എന്ത് ചെയ്യുക, ഒരു സ്ഥിതി അനുസരിച്ച് കഴിഞ്ഞ വർഷം ഓണം എക്സാം ഇല്ലായിരുന്നു. പക്ഷെ ഓണം എക്സാം ഇല്ല എന്നങ്ങ് പറയുന്നത് തെറ്റാണ്. സ്കൂൾ വൈസ് ഓണം എക്സാം നടക്കും. ഓരോ സ്കൂളും അവരെന്ത് ചെയ്യുക, ഒരു 30% ചാപ്റ്റർ വെച്ചിട്ട് ഓണം എക്സാം നടത്താറുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ഒരു 3 ചാപ്റ്റർ, ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ. കഴിഞ്ഞ വർഷം കെമിക്കൽ ബോണ്ടിങ് കൂടി ഓണം എക്സാം ഉണ്ടായിരുന്നു. 4 ചാപ്റ്റർ കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഫിസിക്സിൽ അതുപോലെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 3 to 4 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവാറ്. പക്ഷേ ഓണം എക്സാം എന്ത് ചെയ്യുക, എല്ലാവർക്കും കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. ഓരോ സ്കൂളും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം. അതുകൊണ്ട് മക്കൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. സ്കൂളിൽ ടോപ്പിക്ക് കഴിയാത്തവർക്ക്, ഇപ്പം ചില സ്കൂളിൽ 2 ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സ്കൂൾ വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ 2 ചാപ്റ്റർ പഠിച്ചാൽ മതി. പക്ഷെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. ഓണം എക്സാം ഇല്ല എന്നൊരു ധാരണയോടുകൂടി പഠിക്കരുത്. ഇതൊക്കെ നിങ്ങളെ സി മാർക്കിലേക്ക് എന്ത് ചെയ്യുക, സി മാർക്കിന് ചെറിയൊരു കൺസിഡറേഷൻ, ഈ സ്കൂളിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ സി മാർക്കിന് ചെറിയ രീതിയിലെങ്കിലും കൺസിഡർ ചെയ്യുമെന്ന് ഓർമ്മിക്കുക. വെറുതെ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് തരും. ഇനി ലേറ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക ഉണ്ട്, അവർക്കൊക്കെ നമ്മളെ ലൈവ് ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. എല്ലാ ലൈവ് ക്ലാസ്സുകളും പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ മതി. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, +1 ഒരുപാട് പഠിക്കാനൊന്നുമില്ല. നിങ്ങളൊന്ന് അറിഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ, അതായത് ഒരു 2 മണിക്കൂർ, ഒരു ദിവസം ഒരു 2 മണിക്കൂർ കൃത്യമായിട്ട് മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി ഇരുന്ന് പഠിച്ചാൽ തീരാവുന്ന ടോപ്പിക്ക് മാത്രമേ +1 അപ്പം അങ്ങനെ ഒരു ടെൻഷനും വേണ്ട ആവശ്യമില്ല. ഓണം എക്സാം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ നല്ല മാർക്ക് വാങ്ങും. അത് തന്നെ, അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. നമുക്ക് അത്രയേ പഠിക്കാനുള്ളൂ. SSLC മാറി ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ കേൾക്കുന്നേരം ഭയങ്കര വെറുതായിരിക്കും. ഒരുപാട് പുതിയ ടേമുകൾ, എസ്പെഷ്യലി ബയോളജിയിലൊക്കെ മുഴുവനായിട്ടും പുതിയ ടേമുകളാണ്. ആ ടേമുകളാണെങ്കിൽ മനസ്സിൽ നിൽക്കുകയില്ല, ഹൈലി വോളറ്റൈലാണ്, പെട്ടെന്ന് വേപ്പറായി പോകുന്ന കുറേ ടേമുകളാണ്. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ നിങ്ങളെ മൈൻഡിലുണ്ടാവും. ആദ്യമായിട്ട് സ്കൂളിൽ പോയ മക്കളെടുത്ത് ആ ടെൻഷനൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്താൽ, നമുക്ക് പറ്റാത്തതൊന്നുമില്ല. ഒരു 2 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ തീരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനാണ് നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും. ഇനി ലേറ്റ് അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലൈവ് ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് കോണ്ടന്റ് വീഡിയോ, ലൈവ് ക്ലാസ് മാത്രമല്ല ഓരോ സബ്ജക്റ്റിനും ചാപ്റ്റർ വൈസ് കോണ്ടന്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, അപ്പ് ചെയ്യും. അപ്പോൾ വൃത്തിയായിട്ട് അതിൽ എങ്ങനെയാണ് ഷോർട്ട് കട്ട് പഠിക്കുക എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മക്കൾ മറക്കരുത്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് കട്ടോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രി ഒക്കെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ ഒരു മണിക്കൂറിൽ 4 വീഡിയോ, 1 മണിക്കൂറിന്റെ ഒരു 20 മിനിറ്റിന്റെ 3-4 വീഡിയോ അത്രേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ എല്ലാം പഠിക്കാൻ. അപ്പൊ സെറ്റ് ആയിരിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.